ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ പുതിയ വീഡിയോ എന്താണെന്നല്ലേ, ഞങ്ങളിത് ഇങ്ങനെ പുതിയൊരു റൂട്ടിലൂടെ എന്നൊന്ന് വന്ന് നോക്കിയതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വന്ന റൂട്ട് എന്ന് പറയാനൊന്നും കറക്റ്റായിട്ട് എനിക്ക് അറിഞ്ഞുകൂടാ, ഞങ്ങൾക്ക് രണ്ടുപേർക്കും അറിയില്ല, ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ്. നമ്മൾ ചാവക്കാട്ടിൽ നിന്ന് വരുമ്പോൾ മുതുവെട്ടൂർ പെട്രോൾ പമ്പുണ്ട്, അവിടുന്ന് ലെഫ്റ്റ് റൂട്ട് വഴി പോകുന്നുണ്ട്. ആ വഴിയിലൂടെയാണ് നമ്മൾ വന്നത്. അപ്പോൾ പേരകം പള്ളിയൊക്കെ എത്തും, അവിടെ നിന്ന് പോകാം എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞങ്ങൾ പോകുന്നത്. പക്ഷേ എവിടേക്കോ എന്തൊക്കെയോ വഴി തെറ്റി ഞങ്ങളിത് ഏതോ ഒരു സ്ഥലത്തേക്കാണ് വന്നെത്തിയത്. ഇതൊരു കൊരഞ്ഞൂര് ക്ഷേത്രം അങ്ങനെ എന്തൊക്കെയോ നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു രണ്ട് സൈഡിലും പാടവും പറമ്പും ഒക്കെ ആയിട്ട് നല്ല വൈബുള്ളൊരു സ്ഥലമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പോൾ എനിക്ക് ഫീൽ ചെയ്തപ്പോൾ ഞാൻ അങ്ങനെ വണ്ടി വരുന്നിട്ട് എടുത്തതാണ് കേട്ടോ. എന്നിട്ട് പിന്നെ ഇപ്പോൾ അവിടെ നിന്ന് ഇറങ്ങുകയൊക്കെ ചെയ്തു. അപ്പോൾ ഇവിടെ ഇപ്പോൾ കണ്ട ഒരു കണ്ടത്തിൽ മറ്റേ ട്രാക്ടർ ഇതാക്കുന്നുണ്ട്, ചളിക്കൂട്ടുന്നുണ്ട്. അപ്പോൾ അവിടെയുള്ള പക്ഷികൾ പറക്കുന്നതും അങ്ങനത്തെ ഒരു വൈബാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും എന്ന് വിചാരിക്കണം. പക്ഷേ ഈ ട്രാക്ടർ കൊണ്ട് വരുമ്പോൾ ഒരു ജാതി എന്താ പറയുക, ഭയങ്കര സ്മെല്ലാട്ടോ, ചളിമണം എന്നൊക്കെ പറയില്ലേ, നല്ല ശരിക്കും ചളിയുടെ സ്മെല്ലാണ് എടുക്കുന്നത്. നമുക്ക് നന്നായിട്ടുണ്ട്. അത് അടുത്ത് ഈ ട്രാക്ടർ ഉണ്ടോ, നമ്മുടെ അടുത്തേക്ക് വരുന്തോറും നമുക്ക് ആ ഒരു ചളിയുടെ സ്മെല്ല് നന്നായി എടുക്കും. പക്ഷെ ആ ഈ ട്രാക്ടർ കണ്ട് തിരിഞ്ഞ് വന്ന് പോണ സമയത്ത് പക്ഷികളൊക്കെ പറക്കുന്നത് കാണാനൊക്കെ നല്ല രസമാട്ടോ. കുറേ പേര് അപ്പുറത്ത് നിന്നിട്ട് ഫോട്ടോ എടുക്കുന്നുണ്ട്. കുറേ പേര് ആ പാലത്തിൻ്റെ മേലെ കയറിയിരുന്ന് ആ കാഴ്ചകൾ ആസ്വദിക്കുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടോ എനിക്കും ഇഷ്ടപ്പെട്ടിട്ടാണ് ഞാനത് എടുത്തത്. ഞാനിപ്പോൾ എന്നിട്ട് ആ ട്രാക്ടറിൻ്റെ അപ്പുറത്ത് ആ വഴിയിലൂടെ ഇങ്ങോട്ട് നടക്കണം, അതായത് ആ റോഡിൻ്റെ ഓപ്പോസിറ്റാണ് കേട്ടത്. ഇപ്പം ഞാൻ നേരത്തെ ട്രാക്ടറിനെ കാണിച്ചതിൻ്റെ ഓപ്പോസിറ്റാണ്, അതായത് റോഡിൻ്റെ അപ്പുറത്തെ ഭാഗം. അതാണ് ഈ ഒരു ഭാഗം, നല്ല പാടം ഇതൊക്കെ ആയിട്ട്. ഇനിയിപ്പോൾ ഞാനിത് ഈ പമ്പ് ഇതിട്ടുള്ള വെള്ളം അടിക്കണ കണ്ടില്ലേ, മോട്ടർ, അതാണെങ്കിൽ സത്യം പറഞ്ഞാൽ എന്താ പറയുക, ഇപ്പം ഇവിടേക്ക് തന്നെ അതിൻ്റെ ആ ഒരു സ്മെല്ലെടുക്കുന്നുണ്ട്. ആ ട്രാക്ടറിൻ്റെ അവിടെ നിന്ന് കിട്ടിയ ഒരു ചളിമണത്തിനേക്കാൾ വല്ലാത്തൊരു ജാതി സ്മെല്ലാട്ടോ ഈ വെള്ളത്തിന്. പക്ഷെ എന്ത് ശക്തിയോട് കൂടിയിട്ട് ആ വെള്ളം ഓൺ ചെയ്തേക്കുന്നത്, വലിയ പൈപ്പൊക്കെ അല്ലേ. ഇവിടെ നിന്ന് കണ്ട വെള്ളം എന്നൊന്നും നമുക്ക് മനസ്സിലാവുന്നില്ല. പക്ഷെ ഭയങ്കര ശക്തിയിൽ നല്ല ഇതിൽ തന്നെയാണ് വെള്ളം. പക്ഷെ അതിനനുസരിച്ചിട്ട് സ്മെല്ലുണ്ട് കേട്ടോ, നല്ല ചളി മണമാണ് വരുന്നത് ഇവിടെ. ഇപ്പം ഞാൻ ആ കണ്ട സൂര്യൻ്റെ ആ ഒരു ഇത് നമ്മളൊരു 6-6:30 ആ ടൈമാണ്. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് ഇതൊന്ന് കണ്ട് ആ ഒരു സ്ഥലം ഇഷ്ടപ്പെട്ടപ്പോൾ എടുക്കണതാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ അവിടെ ഒക്കെ ഒന്ന് ചുമ്മാ അങ്ങനെ ഒന്ന് നടക്കുന്ന റീൽസ് എടുക്കണം എന്നൊക്കെ ആയിരുന്നു. പക്ഷെ ചുമ്മാ നടന്ന് അങ്ങനെയൊക്കെ ഒരു വീഡിയോ എടുത്ത് ഈ സ്ഥലം കറക്റ്റായിട്ട് കണ്ട് മനസ്സിലാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് സ്ഥലം ഒന്ന് മെൻഷൻ ചെയ്ത് തരണം. കാരണം എന്താ പറയുക, പോകുന്ന വഴിയിൽ കണ്ട് ഇഷ്ടപ്പെട്ടെടുത്തൊരു വീഡിയോ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് കറക്റ്റ് സ്ഥലങ്ങളോ കറക്റ്റ് ഏത് റൂട്ടിലൂടെ പോയി എന്നൊന്നും അറിയില്ല. ഞാൻ പറഞ്ഞുതരാം, ഏങ്ങണ്ടിയൂരാണ് നേർച്ചയുടെ ആ ടൈമിലാണ്, അന്നാണ്. അപ്പോൾ ഈ ഏങ്ങണ്ടിയൂര് ആ നേർച്ചയുടെ ആ സ്ഥലത്തിനേക്ക് ഒരു ലെഫ്റ്റിലോട്ടൊരു വഴി പോകുന്നുണ്ട്. അങ്ങോട്ട് പോകുമ്പോഴാണ് ഏങ്ങണ്ടിയൂർ നേർച്ച നടക്കുന്ന സ്ഥലം. പക്ഷെ ആ റൂട്ടിലൂടെയൊക്കെയാണ് ഞങ്ങൾ വന്നത്. ലെഫ്റ്റ് പോകാതെ ഞങ്ങൾ സ്ട്രെയിറ്റ് എടുത്ത് വന്നു. ഞങ്ങൾക്ക് ശരിക്കും റൈറ്റ് പോയാലാണ് 500 എത്തുക. ഞങ്ങൾ എങ്ങനെയൊക്കെയോ ലെഫ്റ്റ് അടിച്ച് പോയിട്ട് വഴി തെറ്റി വന്നിട്ടാണ് ഇവിടെ ചെന്ന് പെടുന്നത്. അപ്പോൾ ഈ കറക്റ്റായിട്ടുള്ള സ്ഥലം കണ്ടിട്ട് ആർക്കെങ്കിലും മനസ്സിലാവേണ്ടത് നിങ്ങളുടെ അറിവിലാണ് ഈ പ്ലേസെങ്കിൽ എന്തായാലും ഒന്ന് മെൻഷൻ ചെയ്ത് തരണം കേട്ടോ. ഞാൻ കുറേ കഥകളൊക്കെ പറയാൻ ശ്രമിക്കുന്നുണ്ട് അതിനെക്കുറിച്ച് വിവരിക്കാൻ. പക്ഷേ എന്നെക്കൊണ്ട് കൂടുതൽ നിങ്ങൾക്കത് കണ്ട് മനസ്സിലാവുമെന്ന് വിചാരിക്കണു.
കുറേ ദൂരമുണ്ട്. നമ്മളിപ്പോൾ വെട്ടിക്കടവ് പാലം ഒക്കെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു, അതേപോലെയൊക്കെ ഉള്ളൊരു സ്ഥലം. അത് റോഡാണ്. റോഡിലൂടെ അപ്പുറത്തെ സൈഡിലും പാടവും പറമ്പും. പിന്നെ ആ ഒരു സന്ധ്യാസമയത്ത് തന്നെ നമ്മളവിടെ ചെന്ന് പടണം തോന്നുന്നു കേട്ടോ. ഞങ്ങൾ ആ ഒരു ടൈമിൽ എത്തിയതുകൊണ്ടായിരിക്കും ഞങ്ങൾക്ക് അത്ര വൈബ് തോന്നിയത്. പക്ഷേ വണ്ടിയിൽ പോകുന്ന കുറേ പേര് അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ഓരോന്നൊന്ന് കാണിക്കുമ്പോൾ അപ്പുറത്തുള്ള ചേട്ടന്മാർ നിന്ന് ചിരിക്കുന്നുണ്ട്. അപ്പുറത്തുള്ളവർ അത് ഫോട്ടോ എടുക്കാൻ ശ്രമിക്കുന്നുണ്ട്, എന്നെ ഫോട്ടോ എടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഞാൻ എന്താ ചെയ്യണത് നോക്കുന്നുണ്ട്. അപ്പുറത്ത് വണ്ടിമ പോകുന്ന ചേട്ടന്മാർ കുറേ നിന്ന് അവരും നോക്കുന്നുണ്ട്. അപ്പോൾ എന്താ പറയുക, ശരിക്കും ഒരു വീഡിയോ എടുക്കാന്ന് പറഞ്ഞാൽ പ്രതീക്ഷിക്കാതെ കിട്ടിയ ഒരു നല്ല വൈബായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. തീർച്ചയായും അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് തരണം കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്ത് പോയാലേ ഏതാ കറക്റ്റ് സ്ഥലമെന്ന് നമുക്കും അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരുടെയും എല്ലാ സപ്പോർട്ടും ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ്